മഴ തകർത്തു പെയ്തതോടെ താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ 50ഓളം കുടുംബങ്ങൾ വെള്ളത്തിൽ. പല വീടുകളിലും മുട്ടിനൊപ്പം വെള്ളം കയറി. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ പൂരപ്പുഴയിൽ ഒട്ടുംപുറത്ത് അഴി മുറിച്ചുമാറ്റി. ആവശ്യമായ ഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ റഷീദ് മൗര്യ പറഞ്ഞു. താനൂർ, കളരിപ്പടി, പുന്നോക്ക്, മുക്കോല, ചിറക്കൽ, പരിയാപുരം, അംബേദ്കർ ഗ്രാമം, കാരാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയിൽ വെള്ളം കയറിയത്. അമ്പതിലധികം വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. പല വീടുകളിലും മുട്ടിനൊപ്പം വെള്ളം ഉയർന്നതോടെ പല കുടുംബങ്ങളും ആശങ്കയിലായി. കഴിഞ്ഞ 3 കൊല്ലം വിത്തിക്ക് എഴുതി കൊടുത്തിട്ട് മന്ത്രിക്ക് കൊടുത്തിട്ട് ഇതുവരെ അതിന് ഒരു തുടർന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൗര്യയുടെ നേതൃത്വത്തിൽ ഒട്ടുപുറം അഴിമുറിക്കാനുള്ള നടപടികളും ആരംഭിച്ചതോടെയാണ് നാട്ടുകാർക്കും ആശ്വാസമായത്. താനൂർ, കാരാട്, കണ്ടങ്ങായി പ്രദേശത്തും വെള്ളം കയറി. നിരവധി വീടുകളാണ് വെള്ളത്തിലായത്. മാത്രമല്ല, ഈ ഭാഗത്തേക്കുള്ള വഴിയിലും വെള്ളം പൊങ്ങിയതോടെ ആളുകളുടെ യാത്രയും തടസ്സപ്പെട്ടു. ഈ ഭാഗത്തുള്ള വൈദ്യുതി പോസ്റ്റുകളും അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഡ്രെയിനേജും പൊട്ടിപ്പൊളിഞ്ഞത് കാരണം വലിയ പ്രതിസന്ധിയാണ് ഈ ഭാഗത്തുള്ളവർക്കുള്ളത്. ആവശ്യമാകുന്ന ഘട്ടത്തിൽ പരിയാപുരം GLP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൗര്യ പറഞ്ഞു.